ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഹിം മിനിസ്ട്രീസിൻ്റെ TV പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുക. എന്നെ കാണുന്ന ഓരോരുത്തരെയും ഞാൻ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുക. ദൈവമക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടും നിങ്ങളോട് ഇന്ന് സംസാരിക്കുവാനായി ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ആലോചന ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾ ഈ വചനഭാഗത്തിലൂടെ അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ. ദൈവമക്കളെ, ഈ ഒരു പുതിയ ആഴ്ചയിൽ, ഈ ഒരു പുതിയ സംവത്സരത്തിൽ, ഈ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിങ്കൽ തന്നെ ദൈവം നിങ്ങളെ പുത്തൻ പന്താവിലേക്ക് കൊണ്ടുപോകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് എടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായം അതിൻ്റെ 32 മുതലുള്ള ഭാഗങ്ങൾ. നമ്മുടെ ശ്രദ്ധ ഒന്ന് അതിലേക്ക് തിരിക്കാം. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചും കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കേട്ടിട്ട് നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല. മറ്റൊരു ഉപമ കേൾപ്പൻ. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിൽ ചക്ക കുഴിച്ചിട്ട് ഗോപുരം പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചു. പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ചു, ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ, എൻ്റെ മകനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവൻ അവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ചു തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. അതിൻ്റെ 42-ാം വാക്യം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവമക്കളെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 32 മുതലുള്ള ഭാഗങ്ങൾ. ഇവിടെ യേശു ഒരു ഉപമ നമ്മളോട് സംസാരിക്കുകയാണ്. ഇവിടെ യേശു നമ്മളോട് ഒരു ഉപമ പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ട് കാണും ഈ ഒരു ഉപമ. യേശു പറയുന്നത്, ഒരു ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം അവൻ നട്ടുണ്ടാക്കി. എന്നാൽ ഈ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുമ്പോൾ അവൻ അതിന് ചുറ്റും വേലി ഉണ്ടാക്കിയിട്ട് അവൻ ആ മുന്തിരിത്തോട്ടം ചില കുടിയാന്മാരെ ഏൽപ്പിച്ചു. എന്നാൽ കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ കൊയ്ത്തിൻ്റെ കാലത്ത് ഈ ഗൃഹസ്ഥനായ മനുഷ്യൻ മടങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് ഈ കുടിയാന്മാരോട് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലം തരുവാൻ. എന്നാൽ കുടിയാന്മാർ തൻ്റെ ദാസന്മാരെ അധികമായി ഉപദ്രവിച്ചിട്ടും ആ ഗൃഹസ്ഥനായ മനുഷ്യൻ തൻ്റെ മകനെ അയക്കുമ്പോൾ ആ മകനെ പോലും അവർ ഉപദ്രവിക്കുവാൻ, ആ മകനെ പോലും അവർ ബഹുമാനിക്കാതിരിക്കുവാൻ ഇടയായി. ദൈവമക്കളെ, ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ നടപ്പിനെ കുറിച്ചാണ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ്. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു ഭൂമിയിൽ വന്നത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. യേശു ഭൂമിയിൽ വന്ന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിരുന്നെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ഉടനെ ദൈവത്തിന് നമ്മളെ കൊന്നിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ദൈവം നമ്മളെ ഭൂമിയിൽ ആക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ പല ക്രിസ്ത്യാനികൾക്കും പല ദൈവത്തിൻ്റെ മക്കൾക്കും യേശുവിനെ സ്വീകരിച്ച അനേകർക്കും അറിയുകയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ വിഷയത്തിൻ്റെ ഉത്തരം കിട്ടി, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷ്യം പറയുവാൻ, സഭയിൽ ഒരു സാക്ഷ്യം പറയാൻ നമുക്കൊരു അവസരം വേണം. നമ്മൾ ഈ സാക്ഷ്യം പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത പ്രാർത്ഥനാ വിഷയമുണ്ട്, അടുത്ത ബുദ്ധിമുട്ടുണ്ട്. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനാ വിഷയത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് അടുത്ത പ്രാർത്ഥനാ വിഷയത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് നമ്മൾ മരിക്കുന്നവരെയും പല പ്രാർത്ഥനാ വിഷയങ്ങളുടെ ഉത്തരം കിട്ടിയിട്ട് നമ്മൾ ഈ ഇഹലോകം നമ്മൾ വിട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നുന്നു, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ കുറേ പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം തരിക, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിവർത്തീകരിക്കുക, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവം നടത്തി തരിക, അതിനുശേഷം നമ്മൾ ഇഹലോകം വിട്ട് സ്വർഗത്തോട് ചേരുക. പക്ഷേ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 32-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്, ഈ ഗൃഹസ്ഥനായ മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയിട്ട് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ആ ഫലം കാണുവാൻ, ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലം ചോദിക്കുവാൻ ഈ മനുഷ്യൻ തിരികെ വരുവാണ്. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ ഫലം കായ്ക്കണം എന്നാണ്. ഈ ഫലം കായ്ക്കാനാണ് നമ്മൾ ഈ ഇഹലോകത്തിൽ നിൽക്കുന്നത്. ഫലം കായ്ച്ചില്ലെങ്കിൽ എന്ത് പറ്റും? യേശു പറയുവാണ്, ആ മുന്തിരിത്തോട്ടത്തിൽ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ആമേൻ ആ മുന്തിരിത്തോട്ടം ആമേൻ ചില വേറെ ആൾക്കാരുടെ കയ്യിൽ കൊടുക്കും, വേറെ ഫലം കായ്ക്കുവാൻ കഴിവുള്ള ആൾക്കാരുടെ അടുക്കലേക്ക് കൊടുക്കും. നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു ഭാഗമാണ്, എപ്പോഴും പറയുന്ന ഒരു ഭാഗമാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് മനുഷ്യന്റെ കണ്ണിൽ ആശ്ചര്യമായിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു. പക്ഷെ ദൈവമക്കളെ, ആ ഭാഗത്ത് ദൈവം പറയുക, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഫലം കായ്ച്ചില്ലെങ്കിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് ദൈവം വേറെ ആൾക്കാർക്ക് കൊടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുവാൻ പറ്റുന്ന ചില ആൾക്കാരിലേക്ക് ദൈവം ഈ ദൈവരാജ്യം ഏൽപ്പിക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഫലം കായ്ക്കുവാനാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കാനാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മളെല്ലാം പറയും, ബ്രദറെ പ്രാർത്ഥിക്കണം, ഈ കുഞ്ഞിന് അസുഖം എല്ലാം മാറി എല്ലാം പൂർണ്ണ സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കണം. ആ കുഞ്ഞ് വലുതാകുമ്പം പറയും, ബ്രദറെ പ്രാർത്ഥിക്കണം, ഈ കുഞ്ഞിൻ്റെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ പ്രാർത്ഥിക്കണം. സ്കൂൾ അഡ്മിഷൻ കിട്ടി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പറയും, ബ്രദറെ കുഞ്ഞ് വളർന്നു, ഇപ്പം മോൻ്റെ കല്യാണത്തിനായി പ്രാർത്ഥിക്കണം. മോൻ കല്യാണം കഴിച്ചു, ഇപ്പം കുഞ്ഞുങ്ങളെല്ലാം ബ്രദറെ പ്രാർത്ഥിക്കണം, ഒരു കുഞ്ഞിനായി പ്രാർത്ഥിക്കണം. കുഞ്ഞിനെ കിട്ടി, ആ കുഞ്ഞിൻ്റെ വീണ്ടും ആ കുഞ്ഞിൻ്റെ അഡ്മിഷനായി, അടുത്ത ആ കുഞ്ഞിൻ്റെ കല്യാണത്തിനായി. അത് കഴിയുമ്പോൾ നമ്മൾ പറയും, ഞാൻ ഇഹലോകം വിടാൻ സമയമായി. ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ ഈ ഭൂമിയിൽ ഫലം കായ്ക്കണമെന്നുള്ളതാണ്. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. യേശു പത്രോസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പടകിലേക്ക് കയറുവാനിടയായി. ഈ പത്രോസിന്റെ പടകിൽ യേശു കയറുമ്പോൾ യേശു ആ പടകിൽ നിന്ന് കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ പഠിപ്പിക്കുമ്പോൾ ആ വചനങ്ങളെല്ലാം കേട്ട അനേകരുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട അനേകരുണ്ട്. ഈ നിമിഷം ദൈവം പത്രോസിനോട് പറയും, യേശു പത്രോസിനോട് പറയും, പത്രോസേ ഈ വല നീ ആഴത്തിലേക്ക് ഇറക്ക. ആഴത്തിലേക്ക് ഇറക്കുമ്പോൾ നിനക്ക് വലിയ മീൻകൂട്ടം കിട്ടും. പത്രോസ് തലേ രാത്രി വരെ അധ്വാനിച്ചിട്ടും ഒരു മീൻകൂട്ടവും കിട്ടില്ല, ഒരു അനുഭവം അവനുണ്ടായില്ല, അവനൊരു ഫലവും കിട്ടില്ല. പക്ഷേ അവൻ ആ നിമിഷം യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, ആ യേശു പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ അവൻ ആ വല ആഴത്തിലേക്ക് ഇറക്കുകയാണ്. ആഴത്തിലേക്ക് ഇറക്കുന്ന നിമിഷം അവന് വലിയ കുറേ മീൻകൂട്ടം അവന് കിട്ടി. ഈ നിമിഷം വലിയ മീൻകൂട്ടം കിട്ടിയ പത്രോസ് വിചാരിച്ചു, അയ്യോ എന്ത് സന്തോഷം, എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന് ഉത്തരം കിട്ടി. എന്നാൽ ആ നിമിഷം ലൂക്കോസ് 5:9 പത്രോസ് യേശുവിനോട് പറയാം, കർത്താവേ നീ എന്നെ വിട്ടു പോകണമേ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, പലപ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് ഉത്തരം തന്നിട്ട് നമ്മൾ പറയും, ദൈവമേ ഇപ്പോൾ നീ തൽക്കാലത്തേക്ക് വിട്ടു പോകണമേ, എൻ്റെ അടുത്ത പ്രാർത്ഥനാ വിഷയം വരുമ്പോൾ ഞാൻ നിന്നെ വീണ്ടും വിളിക്കാം. നമ്മൾ നേരത്തെ പറയുന്ന പോലെ നമ്മുടെ കാറിന് ഒരു സ്റ്റെപ്പിനി ടയർ ഉണ്ട്. അത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ആപത്ത് കാലത്ത് ഒരു ടയർ എങ്ങാനും പഞ്ചറായാൽ നമ്മൾ ആ ടയർ എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്ന പോലെ യേശു നമ്മുടെ സ്റ്റെപ്പിനി ടയറാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ യേശുവിനെ ഉപയോഗിക്കുക, ആവശ്യമില്ലാത്ത നമ്മൾ യേശുവിനെ തള്ളിക്കളയും. ഹല്ലേലൂയ. പക്ഷേ ഈ നിമിഷം ഞാൻ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സ്റ്റെപ്പിനി ടയർ ആകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ശൗൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഈ വ്യക്തി അവൻ്റെ കുറച്ച് കഴുതകളെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവൻ ഈ കഴുതകളെ അന്വേഷിച്ച് ഈ ശൗൽ എന്ന് പറഞ്ഞ വ്യക്തി അന്വേഷിച്ച് പുറപ്പെടാനിടയാകും. താൻ ദേശത്ത് കഴുതകളെ അന്വേഷിച്ച് പുറപ്പെടുമ്പോൾ തന്നോട് ആരോ പറയും, ഈ ദേശത്ത് ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ എടുത്ത് പോയാൽ കഴുതകൾ എവിടെ ഉണ്ടെന്ന് ആ പ്രവാചകൻ പറഞ്ഞു തരും. നമ്മൾ പലപ്പോഴും പ്രവാചകന്മാരെ അന്വേഷിക്കുന്നത് അതിനാണല്ലോ. നമ്മുടെ ഭാവി എന്താകും, നമ്മൾ എന്ന് വിടുതൽ കിട്ടും, നമുക്ക് എന്ന് അസുഖം മാറും, നമുക്ക് എന്ന് ജോലി കിട്ടും. അങ്ങനെയായിരുന്നു ശൗലും ഒരു പ്രവാചകൻ അന്വേഷിച്ച് പോയത്. അവിടെ ചെന്നപ്പോൾ പ്രവാചകൻ ശൗലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ശൗലേ നിന്റെ കഴുതകൾ ഇന്ന സ്ഥലത്തുണ്ട്, പക്ഷേ ദൈവം നിന്നെ എൻ്റെ അടുക്കൽ അയച്ചത് നിന്റെ കഴുതകളെ മാത്രം നിനക്ക് തിരികെ തരാനല്ല, ദൈവം നിന്നെ എൻ്റെ അടുക്കൽ അയച്ചത് ദൈവത്തിൻ്റെ ഉദ്ദേശം നിന്നെ ഒരു രാജാവാക്കണമെന്നാണ്.
ആമേൻ. കഴുതകളെ അന്വേഷിച്ചാണ് ശൗൽ ശമൂവേലിന്റെ അടുക്ക വന്നെങ്കിലും, പ്രവാചകന്റെ അടുക്ക വന്നെങ്കിലും, പ്രവാചകൻ ഈ നിമിഷം ശൗലിന്റെ പ്രാർത്ഥനയുടെ മറുപടി മാത്രമല്ല കൊടുക്കുന്നത്. ശൗലിനോട് പറയുക, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ഉപരിയായി ദൈവത്തിന് നിന്നെ രാജാവാക്കാനാണ് ദൈവം വിളിച്ചത്. ശ്രദ്ധിക്കണേ, എന്നെ കാണുന്ന ഓരോരുത്തരും, ദൈവം നിങ്ങളെയും വിളിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി കൊടുക്കാൻ മാത്രമല്ല, ദൈവത്തിന് നിങ്ങളെ രാജാവാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് നിങ്ങളെ മനുഷ്യരെ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങളിലൂടെ നിവർത്തീകരിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ജനിച്ച, മരിച്ച, വിവാഹം കഴിച്ച, കല്ലറയിൽ കയറുന്നതിൽ ഉപരിയായി ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങൾ രാജാവായി, ഈ ഇഹലോകത്തിലെ ദൈവത്തിന്റെ രാജാവായി വാഴണം, വസിക്കണം. ദൈവത്തിന്റെ ഉദ്ദേശം ഈ ലോകത്ത് നടത്തണം. ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ശമ്പളം കൂടുന്നതിൽ, നമുക്കൊരു ജോലി കിട്ടുന്നതിൽ ഉപരിയായി ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഈ നാൾ നിവർത്തീകരിക്കുക. ദൈവമക്കളെ ശ്രദ്ധിക്കുക, ഈ ഗ്രഹസ്ഥനായ മനുഷ്യൻ, മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൽ ആ ഗ്രഹസ്ഥനായ മനുഷ്യൻ ആ കുടിയാന്മാരുടെ അടുക്കൽ ആൾക്കാരെ അയക്കുന്നത് എത്ര പ്രാർത്ഥനാ വിഷയത്തിന് ഉത്തരം കിട്ടിയും ചോദിക്കാനല്ല, എത്ര രോഗം സൗഖ്യമായെന്ന് കിട്ടിയെന്നല്ല, നിങ്ങൾ എത്ര പേരെ വിടുവിച്ചോന്ന് ചോദിക്കാനൊന്നുമല്ല. അവിടെ ഈ കുടിയാന്മാരുടെ അടുക്കൽ ഈ ഗ്രഹസ്ഥനായ മനുഷ്യൻ ദാസന്മാരയക്കുന്നത് ഫലം അന്വേഷിക്കാനാ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഫലം ഇല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? മർക്കോസ് 11 അതിന്റെ 13-14 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, യേശു ഒരു അത്തിവൃക്ഷത്തിന്റെ അടുക്കൽ വരുമ്പോൾ ആ അത്തിവൃക്ഷത്തിൽ നല്ല ഇലകളുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല സ്ഥലമെടുത്ത് അത് വളർന്നിട്ടുണ്ട്, എല്ലാം ഭംഗിയായിരുന്നു. പക്ഷേ യേശു ആ അത്തിവൃക്ഷത്തിന്റെ അടുക്കൽ വരുമ്പോൾ അതിന് ഫലമില്ലെന്ന് കണ്ടപ്പോൾ യേശു ആ അത്തിയെ ശപിച്ചു. ഇനി മേലാൽ നിന്നിൽ ആരും ഫലം കഴിക്കാതിരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ദൈവം അന്വേഷിക്കുന്നത് നമ്മളിൽ ഫലം ഉണ്ടോ. ഫലം കായ്ച്ചില്ലെങ്കിൽ ഫലം കായ്ക്കുന്ന അനേകരുടെ അടുക്കലേക്ക് ദൈവം ഈ രാജ്യം എടുത്തു കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാം അറിയുന്ന ഒരു കഥയാണ് ശൗൽ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കഥ. ശൗൽ ദൈവം ആദ്യം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഫലം, ദൈവത്തിൻ്റെ ഉദ്ദേശം ശൗൽ നിവർത്തീകരിക്കാത്തതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം ആ രാജ്യം ദാവീദിനെടുത്തു കൊടുത്തു. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഫലം കായ്ച്ചില്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഫലം കായ്ക്കുന്ന അനേകരിലേക്ക് ദൈവം ഇതെടുത്ത് കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു മീറ്റിങ്ങിൽ ആകെ കൂടി 2 പേരാണ് വന്നത്. ഞാൻ അന്ന് രാവിലെയും ഉച്ചയ്ക്കും ഒരു മീറ്റിംഗ് കഴിഞ്ഞാണ് ഈ 3ാമത്തെ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഈ 3ാമത്തെ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അന്നത്തെ മീറ്റിംഗ് വളരെ ആൾ കുറവായിരുന്നു. എന്നാൽ ദൈവം എനിക്കൊരു സന്ദേശം ആ മീറ്റിങ്ങിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വാക്യം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വചനം പ്രസംഗിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ 2 പേരായിരിക്കുന്നത്. ഞാൻ ഒരുപാട് പേരെ അവിടെ വിളിച്ചെങ്കിലും അവർ ആരും വന്നില്ല. ഒരുപാട് വിശ്വാസികൾ, അവരാരും വന്നില്ല. പക്ഷേ ഞാൻ ആ വചനം പ്രസംഗിക്കാൻ തൊട്ട് മുമ്പ് ഒരു വ്യക്തി ആ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നു. നിങ്ങൾക്കറിയാമോ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയവും ഒരുപാട് വേണ്ടാത്ത അനിഷ്ട കാര്യങ്ങളും ഒരു അവിശ്വാസി എന്ന പോലെ ഒരു വ്യക്തി അവിടെ വന്നു. ഞാൻ ആലോചിച്ചെന്താണെന്നറിയാമോ? വിളിച്ച അനേകർ വരാത്തപ്പോൾ ദൈവരാജ്യത്തെ ആവശ്യമുള്ള ഒരു വ്യക്തിയെ ദൈവം ആ മീറ്റിങ്ങിന് കൊണ്ടുവന്നു. എന്നാൽ ഞാൻ അന്ന് സംസാരിക്കുന്ന വചനമെല്ലാം ആ ഒറ്റ വ്യക്തിക്കുള്ളതായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായതാ, വിളിക്കപ്പെട്ട അനേകർ വന്നില്ലെങ്കിൽ ദൈവം വേറെ ചില ആൾക്കാർക്ക് കൊടുക്കും. ഫലം കായ്ക്കാൻ കഴിവുള്ള ചിലർക്ക് ദൈവം കൊടുക്കും. അതുകൊണ്ട് അത്തിയില ഇല മാത്രമേ ഉള്ളായിരുന്നു, ഫലമില്ല. പ്രാർത്ഥന വിഷയത്തിന് എല്ലാം മറുപടി കിട്ടി. എൻ്റെ ഇത്രയും പ്രാർത്ഥന വിഷയത്തിന് മറുപടി കിട്ടി. ഞാൻ ഇത്രയും ആത്മീകമായി വളർന്നു, ഇത്രയും നാളുകൊണ്ട് ഞാൻ സഭയിലുണ്ട്. നമുക്ക് എല്ലാ ഇലകളെ കുറിച്ച് പറയാം, പക്ഷെ ഫലമില്ലെങ്കിൽ ഹല്ലേലൂയ. ഈ നിമിഷമാണ് യേശു നമ്മളെ ഇവിടെ ഒരു കാര്യം പഠിപ്പിക്കുന്ന. മത്തായി 21 അതിൻ്റെ 33-ാം വാക്യം. നമ്മുടെ ശ്രദ്ധ അതിലേക്കൊന്ന് തിരിക്കാം. മറ്റൊരു ഉപമ കേൾപ്പിൻ. ഗൃഹസ്ഥനായൊരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിനെ വേലി കെട്ടി, അതിൽ ചക്ക കുടിച്ചിട്ട് ഗോപുരം പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു.
പല കാലം വന്നപ്പോൾ അതിൻ്റെ അനുഭവം അനുഭവിക്കേണ്ടത് താൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. ആദ്യത്തെ കാര്യം, ദൈവം നമ്മളിൽ ഫലം അന്വേഷിക്കുന്നു. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫലം കായ്ക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം ഞാൻ കേട്ടപ്പോൾ ഞാൻ എൻ്റെ സ്വയശ്രമത്തിൽ, എൻ്റെ സ്വന്തം കഴിവിൽ ഞാൻ ഫലം കായ്ക്കാൻ ഓടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അനേകർക്ക് ട്രാക്റ്റ് കൊടുക്കാൻ ഞാൻ ഓടിയിട്ടുണ്ട്, അനേകരോട് സുവിശേഷം പറയാൻ ഞാൻ ഓടിയിട്ടുണ്ട്, കുറേ നേരം പ്രാർത്ഥിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, വളരെയധികമായി സ്നേഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, വളരെയധികമായി ആൾക്കാരോട് ക്ഷമിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴൊക്കെ എൻ്റെ സ്വന്തം കഴിവിൽ, എൻ്റെ സ്വന്തം ശ്രമത്തിൽ, എൻ്റെ പരിശ്രമത്തിൽ ഞാൻ ഫലം കായ്ക്കാൻ ശ്രമിച്ചോ അന്നൊക്കെയും ഞാൻ പരാജിതനായി മാറി. ഒരാൾ പറയാനിടയായി, ബ്രദറെ, ആത്മീക വരങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് ആത്മീക ഫലങ്ങൾ. ഗലാത്യർ 5:22 വായിച്ചിട്ടുണ്ടോ? ആത്മീക ഫലമാണ് കായ്ക്കേണ്ടത്, ആത്മാവിൻ്റെ ഫലമാണ് കായ്ക്കേണ്ടത്. ഈ ഒരു വാക്യം കേട്ടുണ്ട്, ഗലാത്യർ 5:22 മുതലുള്ള വാക്യം കേട്ടുണ്ട്. അനേകർ പറയുന്നത് അറിയാമോ? ആത്മാവിൻ്റെ ഫലങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്, അല്ല ആത്മാവിൻ്റെ വരങ്ങളല്ല. സൗഖ്യമല്ല ഇമ്പോർട്ടൻറ്റ്, സ്നേഹമാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഗലാത്യർ 5:22 പറയുന്നത് നമ്മുടെ ഫലങ്ങൾ ഇന്നെന്നല്ല, ആത്മാവിൻ്റെ ഫലങ്ങൾ ഇന്നതെന്നാണ്. ഹല്ലേലൂയ, ശ്രദ്ധിക്കണേ. നമ്മൾ കായ്ക്കുന്ന ഫലങ്ങളല്ല അതൊന്നും, ആത്മാവ് നമ്മളിലൂടെ കൊണ്ടുവരുന്ന ഫലങ്ങളാണ് അതെല്ലാം. നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ അത് പരാജയമായി മാറും. പക്ഷെ ആത്മാവിൽ നമ്മളെ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ അതെന്നും ജയിക്കും. നമ്മുടെ സ്വന്തം ശ്രമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എപ്പോഴും വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. എന്താണെന്നറിയാമോ? എപ്പോഴെൻ്റെ പ്രാർത്ഥന നിർത്തി എനിക്ക് എപ്പോൾ ഇറങ്ങിപ്പോവാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം ശ്രമത്തിൽ നമ്മൾ ശുശ്രൂഷ ചെയ്താൽ, നമ്മുടെ സ്വന്തം കഴിവിൽ നമ്മൾ പല വേലകളും ചെയ്താൽ നമ്മൾ എന്നും പരാജിതനായി മാറും. ദൈവം എന്നെ ഈ കാര്യത്തിൽ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. യോഹന്നാൻ 15 അതിൻ്റെ 3-4 വാക്യം. അവിടെ ദൈവം ഇങ്ങനെ പറയുന്നത്, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ അതിന് ഫലം കായ്ക്കുവാൻ സാധിക്കുകയില്ല. ആമേൻ. യേശു പറയുക, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഫലം കായ്ക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മൾ നോക്കുന്ന ഒരു കാര്യം, നമ്മൾ ഫലം കായ്ക്കണം എന്നുള്ളതാണ്. പക്ഷെ ഫലം കായ്ക്കുന്നത് നമ്മുടെ കഴിവിലും നമ്മുടെ ശ്രമത്തിലും അല്ല. യേശു പറയുവാണ്, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ അതിന് ഫലം കായ്ക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ എങ്ങനെയാ ഫലം കായ്ക്കുന്നത്? ദൈവം ഫലമാണ് നോക്കുന്നത്, സത്യമാണ്. പക്ഷേ ആ ഫലം മാത്രമല്ല ദൈവം നോക്കുന്നത്, ആ ഫലം കായ്ക്കാൻ എങ്ങനെ, ഏത് ഉപകരണമാണ് നീ ഉപയോഗിക്കുന്നത്? യോഹന്നാൻ 15:4 പറയുവാണ്, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുമ്പോഴാണ് ഫലം കായ്ക്കുന്നത്. ദൈവമക്കൾ, എന്നെ കാണുന്ന ഓരോരുത്തരും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയരണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണം, ഒരു വിജയാളി ആവണം, ഒരു ജയകരമായ ജീവിതം ജീവിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള ആ മാർഗനിർദ്ദേശം എന്താണ്? അതിനുള്ള ആ രഹസ്യം എന്താണ്? ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മൾ അവനിൽ വസിക്കുക എന്നുള്ളതാണ്. ഒരു വലിയ വലിയ ദൈവദാസന്മാരെ നോക്കി ആൾക്കാർ ചോദിക്കാറുണ്ട്, ബ്രദറെ, നിങ്ങളുടെ ശുശ്രൂഷ ഇത്രയും വലുതാവാൻ എന്താ കാരണം? നിങ്ങൾ ഇത്രത്തോളം മാനിക്കപ്പെടാൻ എന്താ കാരണം? നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ ബൈബിൾ വായിക്കുക, നിങ്ങൾ കൂടുതൽ അന്യഭാഷ പറയും, എന്തുവാ നിങ്ങളുടെ രഹസ്യം? യോഹന്നാൻ 15:4 പറയുക, നീ ദൈവത്തിൽ വസിക്കുവാണെങ്കിൽ, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുവാണെങ്കിൽ നീ അധിക ഫലം കായ്ക്കും. ഹല്ലേലൂയ. പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല് ഇങ്ങനെയുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനും ഉണ്ട് ഒരു സൗരഭ്യം. ഒരിക്കൽ കൂടെ പറയാം, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനും ഉണ്ട് ഒരു സൗരഭ്യം. കല്ലിന് സൗരഭ്യം വരണമെങ്കിലും ഈ മുല്ലപ്പൂമ്പൊടി അതിൻ്റെ ആ കല്ലിനോട് ചേർന്ന് വസിച്ചാൽ കല്ലിന് ആ മുല്ലയുടെ ആ സൗരഭ്യം വരുവാനിടയാകും. എന്ന് പറയുന്നതല്ല, ദൈവത്തിൽ ജീവനുണ്ട്, ദൈവത്തിൽ സൗഖ്യമുണ്ട്, ദൈവത്തിൽ സമൃദ്ധിയുണ്ട്, ദൈവത്തിൽ സകല ഫലങ്ങളും ദൈവത്തിലുണ്ട്. പക്ഷെ അത് നമ്മളിൽ വരണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ വസിച്ചാൽ മാത്രം മതി. ദൈവം നമ്മളിലൂടെ അവൻ്റെ ഫലം കൊണ്ടുവരും. ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ രോഗം സൗഖ്യമാകണം, നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി നിങ്ങൾക്ക് ഉയരണം,
പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന മാർഗം എന്താണെന്നറിയാമോ? ഒരു ദൈവദാസന്റെ അടുക്ക പോയി ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടന്നു. ദൈവമക്കളെ, നല്ല കാര്യമാണ്. പക്ഷേ ഫലം, നിലനിൽക്കുന്ന ഫലം നിനക്ക് കായ്ക്കണമെങ്കിൽ നീ ദൈവത്തിൽ വസിക്കണം. ഹല്ലേലൂയ. ഒരാൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ബ്രദറെ, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ വിടുതൽ നടക്കുന്നു, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ കാര്യങ്ങൾ നടക്കുന്നു. ഇങ്ങനത്തെ വല്ല പ്രാർത്ഥനകൾ ബ്രദറിന്റെ കയ്യിലുണ്ടോ? ദൈവമക്കളെ, ഇങ്ങനത്തെ ഷോർട്ട് കട്ട് മെത്തേഡുകളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അതിലുപരി നമുക്ക് സ്വയമായി നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് ഉത്തരം കിട്ടാൻ യേശു നമ്മളെ പഠിപ്പിച്ച ഒരു മാർഗമുണ്ട്. അതെന്താണെന്നറിയാമോ? അവനിൽ നമ്മൾ വസിക്കണം. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഒരു കഥ കേൾക്കുവാനിടയായി. ഈ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്. 2 ഉറുമ്പുകൾ ഒരു പാലത്തിൻ്റെ ഒരു സൈഡിൽ നിൽക്കുവാണ്. ഈ 2 ഉറുമ്പുകൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഈ 2 ഉറുമ്പുകൾ സംസാരിക്കുന്നത് അറിയാമോ? ഒരു ഉറുമ്പ് വിശ്വാസിയാണ്, ഒരു ഉറുമ്പ് അവിശ്വാസിയാണ്. ഈ അവിശ്വാസി ഉറുമ്പ് ഈ വിശ്വാസി ഉറുമ്പിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ പാലം കുലുക്കാൻ പറ്റുമോ? ഈ അവിശ്വാസി ഉറുമ്പ് ഈ വിശ്വാസി ഉറുമ്പിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ പാലം കുലുക്കാൻ പറ്റുമോ? കുലുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിനക്ക് 100 രൂപ തരാം. ഒറ്റ കാര്യമാണ്, നീ പാലം കുലുക്കണം. ഒരു ഉറുമ്പ് ആലോചിക്കുക, ഞാൻ എങ്ങനെ ഈ പാലം കുലുക്കും, എങ്ങനെ ഈ പാലം കുലുക്കും, എനിക്ക് 100 രൂപ കിട്ടണാൽ എങ്ങനെ ഈ പാലം കുലുക്കും? അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു ആന ആ വഴി നടന്നു വരുക. ആന ആ വഴി നടന്നു വരുമ്പോൾ ഈ ഉറുമ്പ് ആലോചിക്കുക, എന്നെ കൊണ്ട് എന്തുവാലും ഈ പാലം കുലുക്കാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം ചെയ്യാം, എന്തുവാലും ആന ഇവിടെ ഉണ്ട്, ഞാൻ ഈ ആനയുടെ പുറത്തോട്ട് അങ്ങ് കയറാൻ പോവാ. ഈ പാലത്തിൽ ആന ആ പാലത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഉറുമ്പ് ഈ ആനയുടെ പുറത്തോട്ട് കയറിയിട്ട് ആന ഈ പാലത്തൂടെ നടക്കുക. ആന ഈ പാലത്തിലൂടെ നടന്നപ്പോൾ പാലം കുലുങ്ങുവാൻ ഇടയായി. ആന ഈ പാലത്തിലൂടെ നടന്നപ്പോൾ ഈ പാലം കുലുങ്ങുവാനിടയായി. അക്കരെ ഈ ആന എത്തിയപ്പോൾ ഈ ഉറുമ്പ് ആനയോട് ചോദിക്കുക, ആനെ, നമ്മൾ ഈ പാലം കുലുക്കിയല്ലേ? ഹല്ലേലൂയ, സത്യമല്ലേ? ആനയാ കുലുക്കിയെങ്കിലും ഉറുമ്പ് ആനയുടെ പുറത്തായിരുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 91 അതിന്റെ 14 വാക്യം പറയുക, അവൻ എന്നോട് പറ്റിയിരിക്കുകൊണ്ട് ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകൊണ്ട് ഞാൻ അവനെ ഉയർത്തും. നമ്മുടെ ജീവിതത്തിലും ചില കുലുങ്ങാത്ത പാറകളുണ്ട്, ചില കുലുങ്ങാത്ത പാലങ്ങളുണ്ട്. ഇതിനെ കുലുക്കാൻ നമ്മൾ പല ഉപവാസങ്ങൾ പ്രഖ്യാപിക്കുക, പലതവണ പ്രാർത്ഥിക്കുക, പല കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ നമ്മൾക്ക് ആ പാലങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ആ പാറകൾ, നമ്മുടെ ജീവിതത്തിലെ തടങ്ങൾ, പാറകൾ നമുക്ക് മാറ്റണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ആ ഉറുമ്പ് ചെയ്തതുപോലെ ആ ആനയോട് പറ്റിയിരുന്നാൽ മാത്രം മതി. ദൈവമക്കളെ, ആ കുലുക്കാൻ പറ്റുന്ന ആനയാണ് നമ്മുടെ യേശു. നമ്മുടെ യേശുവിനോട് നമ്മൾ പറ്റിയിരുന്നാൽ ദൈവം ആ പാലം കുലുക്കുമ്പോൾ ദൈവത്തിന്റെ കൂടെ നമ്മളുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിലെ എല്ലാ പാറകളും അത് നീങ്ങും, അത് മാറും. ഹല്ലേലൂയ. ദൈവം എന്നെ ഈ ഭാഗത്ത് കാണിച്ച ഒരു കാര്യമുണ്ട്. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കണം. നോക്കിയാൽ പറ്റത്തില്ല, അവിടെ ചുമ്മാ കുറച്ചു നേരം ഇരുന്നാൽ പറ്റത്തില്ല, അത് വസിക്കണം. എൻ്റെ വീട്ടിൽ എനിക്കൊരു ചെടി നടണമെന്ന് ആഗ്രഹമുണ്ട്, ചെടി വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഈ ചെടിയെ നട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിനെ പൊക്കി എടുത്തിട്ട് നോക്കുക, ഇതിൻ്റെ വേര് വല്ലതും കിളിച്ചോ? വേരൊന്നും കിളിച്ചില്ല. 2 ദിവസം ഞാൻ വെച്ചിട്ട് വേര് കിളിച്ച ഞാൻ തന്നെ വീണ്ടും താഴെ വെക്കുക. വീണ്ടും 2 ദിവസം ഞാൻ വെച്ചിട്ട് ഞാൻ വീണ്ടും പൊക്കുക, വേര് വല്ലതും കിളിച്ചോ? ദൈവമക്കളെ, ഈ ഒരാഴ്ചക്കകം 3 വട്ടം ഞാൻ ഈ ചെടിയെ പൊക്കിയാൽ ഈ ചെടിക്ക് ഫലം കൊണ്ടുവരാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതിന് ഫലം കൊണ്ടുവരണമെങ്കിൽ, അതിന് വളരണമെങ്കിൽ അത് ആ മണ്ണിൽ വസിക്കണം. എന്ന് പറയുന്നത് പോലെ തന്നെ ഞാനും നിങ്ങളും ദൈവത്തിൽ നിലനിൽക്കണം. പല ദൈവമക്കളും എങ്ങനെയാണെന്നറിയാമോ? ഒരു ഞായറാഴ്ച ആരാധന വരും, കുറച്ച് വെള്ളം ഒഴിക്കും, കുറച്ച് പ്രാർത്ഥനയും. 2 ആഴ്ച വീണ്ടും അതിനെ സഭ വരത്തേയില്ല. എന്നിട്ട് 3-ാമത്തെ ആഴ്ച വരും, വല്ല ഫലം ഉണ്ടായോ? ആഴ്ചയിൽ 1 ദിവസം പ്രാർത്ഥിക്കും, പിന്നെ അടുത്ത മാസം വരുന്നത് ഒന്ന് പൊക്കി നോക്കും, വല്ല ആയോ? ഫലം കായ്ക്കണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൽ വസിക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കണം, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ വസിക്കണം.
ഇന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന രാവിലെ കാലം എന്നെ കാണുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ നിമിഷം പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കുലുങ്ങാൻ പറ്റാത്ത, നീക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അത് നീങ്ങി മാറട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ കാണുന്ന ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ മാറാത്ത, ഇന്നേ വരെ ഹല്ലേലൂയ ഒരിക്കലും മാറത്തില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ കാലം മാറട്ടെ. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജോലി കിട്ടാത്തവർ അനേകരുണ്ടെങ്കിൽ ഇന്നേ വരെ അനേക ജോലികൾ ഹല്ലേലൂയ അനേകരോട് കടം ചോദിച്ചു പോലും ജീവിക്കുന്ന അനേകരുള്ളപ്പോൾ ദൈവത്തിൻ്റെ കരം അങ്ങനെയുള്ള എല്ലാവരും തൊടട്ടെ. കർത്താവ് വരുമാന മാർഗങ്ങൾ തുറന്നു വരട്ടെ. അവർ കൊമ്പ് മുന്തിരിവള്ളിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫലം കായ്ക്കുവാൻ ഇടയാകട്ടെ. അപ്പാ, ഞാൻ യേശുവിൻ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. സാമ്പത്തികമായി അങ്ങയുടെ മക്കൾ ഉയരട്ടെ, ആരോഗ്യപരമായി നിൻ്റെ മക്കൾ ഉയരട്ടെ. എല്ലാ രീതിയിലും നിൻ്റെ മക്കൾക്ക് വളരെ ഫലം കായ്ക്കുവാൻ ഈ 2014 ഇടയാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥന കേട്ട് ഉത്തരമായി ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പ്രത്യേക അറിയിപ്പും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 തൊട്ട് 1 മണി വരെ തിരുവനന്തപുരത്ത് LMS കോമ്പൗണ്ടിലുള്ള പോളിയോ ഹോം ഹാൾ വെച്ച് ഞങ്ങളുടെ ആരാധന നടത്തപ്പെടുന്നു. നിങ്ങൾ ഓരോരുത്തരും ഞാൻ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഒരു സാക്ഷ്യമുണ്ട്, നിങ്ങൾക്ക് യേശുവിൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ ഇന്നേവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ല, യേശുവിൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ.